മനസ്സിലാക്കിയാൽ ഈ വിഷയ സംബന്ധിയായ ശരിയായ ഒരു രൂപരേഖ, ഒരു ധാരണ നമുക്ക് ലഭിക്കുകയും അതനുസരിച്ച് ആ വിഷയത്തോട് നമുക്ക് പ്രതികരിക്കുവാനും കഴിയും എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. ഈ പഠനം ആ നിലയിൽ നമുക്കെല്ലാവർക്കും അനുഗ്രഹകരമായി തീരണം. അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആലോചനകളും വേദഭാഗങ്ങളും ഒക്കെ ബൈബിൾ എടുത്ത് ഒന്ന് ശരിയാണോ, അങ്ങനെ തന്നെയാണോ എന്ന് ഒന്ന് നോക്കുകയും പിന്നീട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് സ്വയമായ ഒരു പഠനത്തിന് മുതിരുകയും ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും വേദപുസ്തകത്തിലൂടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ശരിയായ ഒരറിവ്, ശരിയായ ഒരു വിശ്വാസം നമുക്ക് ലഭിക്കുകയും അതനുസരിച്ച് പരിശുദ്ധാത്മാവിനോടും അതിൻ്റെ പ്രവർത്തനങ്ങളോടും നമുക്ക് പ്രതികരിക്കുവാനും കഴിയും. ആ നിലയിൽ നമ്മുടെ ജീവിതം ആകമാനം അനുഗ്രഹകരമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി പരിശുദ്ധാത്മാവ് എന്നാണല്ലോ ഈ വിഷയത്തിൻ്റെ പേര് നാം പറഞ്ഞത്, പരിശുദ്ധാത്മശാസ്ത്രം, ന്യൂമെട്രോളജി. പരിശുദ്ധാത്മാവ് എന്ന വാക്ക് വേദപുസ്തകത്തിൽ അനേക പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലാണ് ഈ വാക്ക് കൂടെ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആത്മാവ് എന്ന് കേൾക്കുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവെന്നൊരു ചിന്ത വരും. എന്നാൽ വേദപുസ്തകത്തിൽ ആത്മാവ് എന്ന് കാണുന്നത് എല്ലാം പരിശുദ്ധാത്മാവാണ് എന്ന് നാം ചിന്തിക്കരുത്. പ്രധാനമായിട്ട് 3 വിധത്തിലുള്ള ആത്മാക്കളെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്ന് പരിശുദ്ധാത്മാവാണ്, അതാണ് നമ്മൾ മുമ്പോട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ നമുക്കുണ്ടൊരാത്മാവ്, മനുഷ്യർക്കുണ്ടൊരാത്മാവ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. 42-ാമത്തെ സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. അവിടെ എൻ്റെ ആത്മാവ് എന്ന് സങ്കീർത്തനകാരൻ പറയുകയാണ്. മനുഷ്യനിൽ ഒരാത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 വ്യത്യസ്ത ഘടകങ്ങളോട് കൂടിയവനാണ് മനുഷ്യൻ, ഞാനും നിങ്ങളും. നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ സൃഷ്ടിയായ മറ്റു സകലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത് മറ്റൊന്നിനുമില്ലാത്ത ഒരു ഘടകമാണ് ആത്മാവ് എന്ന് പറയുന്നത്. ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള ഒരു പ്രത്യേകമായ ഘടകം. അങ്ങനെ ഒരു ആത്മാവിനെ തന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ആത്മാവ് എന്ന് മനുഷ്യരിലുള്ള ആത്മാവിനെ കുറിച്ചും വേദപുസ്തകം പറയുന്നുണ്ട്. ഇതുകൂടാതെ ദുരാത്മാക്കളെക്കുറിച്ചും ആത്മാവ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവിനെക്കുറിച്ചും മനുഷ്യനുള്ള ആത്മാവിനെക്കുറിച്ചും ദുരാത്മാവിനെക്കുറിച്ചും പറയുവാൻ ആത്മാവ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാവ് എന്ന് കാണുമ്പോൾ അതെല്ലാം ദൈവാത്മാവിനെക്കുറിച്ചാണ്, അതെല്ലാം പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് എന്ന് ചിന്തിക്കരുത്. അത് നാം വേർതിരിച്ച് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിട്ടുള്ളത് ദൈവാത്മാവിനെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ആ പദം അങ്ങനെ തന്നെ പുതിയ നിയമത്തിൽ അനേക പ്രാവശ്യം കാണുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പഴയ നിയമത്തിൽ വളരെ ചുരുക്കമായിട്ടേ ആ പദം കാണുന്നുള്ളൂ. 51-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ആ പദം കാണുന്നുണ്ട്. ഞാനതൊന്ന് വേദപുസ്തകത്തിൽ എടുത്ത് വായിക്കട്ടെ. 51-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം: നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കയുമരുതേ എന്ന് ദാവീദ് പറയുന്ന ഒരു വാക്കാണ് നാം അവിടെ കാണുന്നത്. ആ വാക്ക് ദാവീദ് പറയാനുള്ള പശ്ചാത്തലമൊക്കെ 51-ാമത്തെ സങ്കീർത്തനം വായിച്ചാൽ നമുക്കറിയാം. അത് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധം വരുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ ദാവീദ് അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന വാക്കാണ്. അവിടെ ഈ വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ഈ വാക്ക് നാം കാണുന്നത് യെശയ്യാ പ്രവചനം 63-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ 2 പ്രാവശ്യം ഈ വാക്ക് നാം കാണുന്നുണ്ട്. ഞാൻ അതും ഒന്ന് വായിക്കട്ടെ. യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ: എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവൻ്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്തു പറഞ്ഞത്: അവരെ തൻ്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരയേറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? 2 പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്ന വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നു. യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങളിലായി. ഇങ്ങനെ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ
ഈ രണ്ട് ഭാഗങ്ങളിൽ മാത്രമേ പരിശുദ്ധാത്മാവ് എന്ന വാക്ക് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒന്ന് ഞാൻ ഓർപ്പിച്ചു, സങ്കീർത്തനം 51:11 ഒരു പ്രാവശ്യം, പിന്നീട് യെശയ്യാ പ്രവചനം 63:10-11 വാക്യങ്ങളിലായി 2 പ്രാവശ്യം. ഈ 2 ഭാഗങ്ങളിലായി 3 പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്ന വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവെന്ന് തന്നെ അനേക പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 2 പ്രാവശ്യമേ പഴയ നിയമത്തിൽ കാണുന്നുള്ളൂ എന്ന് കരുതി പഴയ നിയമത്തിൽ ഇവിടെ മാത്രമേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ എന്ന് നാം ചിന്തിക്കരുത്. മറ്റു പല പേരുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവാത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകം തുടങ്ങിയ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് യഹോവയുടെ ആത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുതിയ നിയമത്തിലേക്കൊക്കെ വരുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവെന്നും യേശുവിന്റെ ആത്മാവെന്നും വിശുദ്ധിയുടെ ആത്മാവെന്നും സത്യത്തിന്റെ ആത്മാവെന്നും എന്ന് വേണ്ട കൃപയുടെ ആത്മാവ്, നിത്യാത്മാവ്, മഹത്വത്തിന്റെ ആത്മാവ്, ഇങ്ങനെ പല നിലകളിൽ പരിശുദ്ധാത്മാവിന് പേര് നമുക്ക് വേദപുസ്തകത്തിലൂടെ കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വേറെ ചില പേരുകളും അഥവാ കാര്യസ്ഥൻ എന്നുള്ള ഒരു പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല പേരുകൾ പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പേരുകളൊക്കെ എന്തൊക്കെയാണെന്നും അത് എവിടെയൊക്കെയാണ് കാണുന്നത് എന്നും ഈ വിഷയത്തിന്റെ വിശദമായ പഠനം നാം മുൻപോട്ട് വരുമ്പോൾ ആവശ്യമായ സന്ദർഭങ്ങളിൽ അതെടുത്ത് വേദഭാഗം സഹിതം ഞാൻ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഇത്രയും മാത്രം പ്രാരംഭമായിട്ട് നാം ഒന്ന് മനസ്സിലാക്കുക. ആത്മാവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല. എന്നാൽ ആത്മാവ് എന്നും മറ്റ് പല പേരുകളും പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി. ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ഈ പേരുകളൊക്കെ നാം ഒന്ന് പഠിച്ചു നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒന്നുകിൽ ഈ പേര് പിതാവാം ദൈവത്തോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതും അല്ലെങ്കിൽ പുത്രനാം ദൈവത്തോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതും അതുമല്ലെങ്കിൽ മനുഷ്യനോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതുമായ പേരുകളാണ്. ഇങ്ങനെയുള്ള പേരുകളാണ് പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവത്തോട് അഥവാ പിതാവാം ദൈവത്തോടുള്ള ബന്ധത്തിലും പുത്രനാം ദൈവത്തോടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുള്ള പേരുകളുണ്ട്. മനുഷ്യരോടുള്ള ഇടപാടുകളോടുള്ള ബന്ധത്തിലും ഉപയോഗിച്ചിട്ടുള്ള പേരുകളുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കപ്പെട്ടുള്ള പേരുകളിലൂടെ ഈ 3 ബന്ധങ്ങളെയും നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ ആ നിലയിൽ പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുള്ള വ്യത്യസ്ത പേരുകളിലൂടെയും പല ബന്ധങ്ങളും പരിശുദ്ധാത്മാവിന്റെ സ്വഭാവ സവിശേഷതകളും വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതും പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേകതയാണ്, വേദപുസ്തകത്തിലെ ഒരു സവിശേഷതയാണ്. ഇനി നാം ഈ വിഷയം പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചിലര് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ ഒരൊറ്റ പഠനമാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ വ്യത്യസ്തതകള്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിലെ വൈവിധ്യങ്ങള്, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകതകള്, പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസിക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങൾ, അത് വ്യത്യസ്തമായ നിലകളിൽ ഒന്നും വേർതിരിച്ച് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ ശ്രമിക്കുന്നില്ല. അതിൻ്റെ ഒരു വലിയ പരാജയം ഈ വിഷയ പഠനത്തിൽ പൊതുവെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ചില അധ്യായങ്ങൾ തന്നെയുണ്ട്. ഞാനത് പ്രാരംഭത്തിൽ ഇങ്ങനെയൊന്ന് പറയട്ടെ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, അത് വേദപുസ്തകം തെളിയിക്കുന്നുണ്ട്. വിശദമായിട്ട് നാം പഠിക്കണം. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവ് ദൈവമാണ്, അതും വ്യക്തമായി ഈ തിരുവെഴുത്തിലൂടെ നാം പഠിക്കണം. പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുള്ള പല പേരുകളുണ്ട്, ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെയും സ്വഭാവത്തെയും വെളിപ്പെടുത്തുവാൻ ചില സാദൃശ്യങ്ങൾ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നാലെ നമ്മളത് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതും വിശദമായിട്ട് പഠിക്കണം. പിന്നെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ. പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ മുദ്ര, എങ്ങനെ പരിശുദ്ധാത്മാവിനെ ഒരാൾക്ക് കിട്ടുന്നത്, പ്രാപിക്കുന്നത്, പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകപ്പെടുന്ന വ്യത്യസ്തങ്ങളായ വരങ്ങൾ, കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാ സ്നാനം, പരിശുദ്ധാത്മാവ് പാപിയോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൽ എങ്ങനെ പ്രവർത്തിച്ചു, പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം,
ഇങ്ങനെ പല നിലകളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യത്യസ്ത അധ്യായങ്ങളായി നാം പഠിക്കുമ്പോഴാണ് പൂർണ്ണമായ ഒരു പഠനം നമുക്ക് ലഭ്യമായി തീരുന്നത്. അങ്ങനെ വ്യക്തമായും വിശദമായും പഠിക്കുന്നതിലൂടെയാണ്, ആ പഠനത്തിലെ മറ്റൊരു അധ്യായം തന്നെയാണ് നാം എങ്ങനെ പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കണമെന്നുള്ളത്. അതും നമുക്ക് ശരിയായ നിലയിൽ പ്രതികരിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പം ആ നിലകളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യത്യസ്ത അധ്യായങ്ങളായി വേദപുസ്തകം ആ നിലകളിൽ പഠിപ്പിക്കുന്നത് പോലെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നാം ശ്രമിക്കുന്നുവെങ്കിൽ ശരിയായ ഒരു ധാരണ ഈ വിഷയ സംബന്ധമായിട്ട് നമുക്ക് ലഭിക്കും. തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ അതാണ് വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത്. ഈ വിഷയം പഠിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ നിലയിൽ വേദപുസ്തകത്തിലൂടെ ശരിയായ ഒരു ധാരണ ഈ പുസ്തകത്തെക്കുറിച്ച് ലഭിക്കണം, ഈ പുസ്തകത്തിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് ലഭിക്കണം. അതാണ് ഞങ്ങളുടെയും അതിയായ ആഗ്രഹവും പ്രാർത്ഥനയും. ഞാൻ ഓർപ്പിച്ചല്ലോ, വ്യത്യസ്തങ്ങളായ ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളും പഠിപ്പിക്കലുകളും ഒക്കെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഈ ക്രൈസ്തവ മണ്ഡലത്തിൽ തന്നെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ ഇടയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് ശരിയായ നിലയിൽ ഈ വിഷയം പഠിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. തുടർന്ന് ഇതിൻ്റെ ഓരോ വിഷയങ്ങളിലേക്കും നാം പ്രവേശിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഈ വിഷയം പഠിക്കുകയും വളരെ പ്രാർത്ഥനയോടെ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യണമേ എന്ന് ഒരിക്കലൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈ വിഷയങ്ങളിലേക്ക് ഇനിയും പ്രവേശിക്കാം. ഒന്നാമത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആദ്യ നൂറ്റാണ്ട് മുതലേ വ്യത്യസ്തങ്ങളായ ധാരണകളുണ്ട്. ആദ്യകാലങ്ങളിൽ, ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ വേദ പണ്ഡിതന്മാർ വേദപുസ്തകത്തിലെ ഉപദേശ സത്യങ്ങളെ വികലമായ നിലയിൽ പഠിപ്പിച്ചിട്ടുള്ള ദുരുപദേഷ്ടാക്കന്മാർ ഒക്കെ ഈ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്തങ്ങളായ പഠിപ്പിക്കലുകൾ നടത്തിയിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങളിലേക്കോ അതിനെതിരെ നടന്ന പ്രത്യേകമായ സമ്മേളനങ്ങൾ, അവിടെ രൂപം കൊണ്ട ഉപദേശ സംഹിത, അതിൻ്റെ ചരിത്രപരമായ വശങ്ങളിലേക്കൊന്നും ഈ പഠനത്തിലൂടെ പ്രവേശിക്കുവാൻ ഞാൻ മുതിരുന്നില്ല. എന്നാൽ ഇങ്ങനെ പറയട്ടെ, അതത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതരായ പ്രേരിപ്പിക്കപ്പെട്ട ദൈവദാസന്മാർ വേദപുസ്തകത്തിലൂടെ ഉപദേശപരമായ സത്യങ്ങൾ രൂപപ്പെടുത്തി ദൈവജനത്തിന്റെ മധ്യേ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് ഇന്നും ആത്മാവിന്റെ പ്രകാശനത്താൽ തിരുവഴുത്തിലൂടെ സത്യങ്ങൾ മനസ്സിലാക്കുവാനും ശ്രേഷ്ഠ ദൈവദാസന്മാർ ഇതിലൂടെ ലഭിച്ച വെളിച്ചത്തിന്റെ അനുസരിച്ച് പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ കോർത്തിണക്കി വിശുദ്ധ തിരുവഴുത്ത് അടിസ്ഥാനമാക്കി നാം തുടർന്ന് പഠിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം ചിലരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് ഇത് കേവലം ഒരു ശക്തിയാണ്. ആത്മാവ് എന്ന് പറയുന്നത് ദൈവം ഉണ്ട്, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ആത്മാവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സെർട്ടഡ് എനർജി ഫ്രം ദ വെരി ഗോഡ്. ദൈവത്തിങ്കിൽ നിന്നുള്ള ഒരു ശക്തിയുടെ പ്രവാഹം, ദൈവം പ്രവർത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ശക്തി എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയാണ് എന്ന് ധരിച്ചു വച്ചിരിക്കുന്നവരുണ്ട്. നമുക്കറിയാം, ശക്തി എന്ന് പറയുമ്പോൾ വ്യക്തിത്വം ഇല്ലാത്ത പലതുണ്ട്. ഇലക്ട്രിസിറ്റി, അതിന് ശക്തിയുണ്ട്. ശക്തമായ കാറ്റടിക്കും, അതിന് ശക്തിയുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ഒരു വ്യക്തിത്വമുള്ളവയല്ല. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിനൊന്നും തന്നെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് എന്തോ ഒരു സാധനമാണ്. ഇങ്ങനെയൊക്കെ ചിലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരിലൂടെ എനിക്ക് കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൂടെയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പം മേശ, കസേര, എൻ്റെ കയ്യിലൊരു പേനയിരിക്കുന്നു, ഇതൊക്കെ ചില വസ്തുക്കളാണ്, ചില സാധനങ്ങളാണ്. ഇതുപോലെ എന്തോ ഒരു സാധനമാണ് ആത്മാവ് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഈ സാധനങ്ങൾക്കൊന്നും തന്നെ വ്യക്തിത്വങ്ങളില്ല, നമുക്കറിയാം. ഇതുപോലൊരു സാധനമല്ല പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയോ കേവലം ഒരു വസ്തുവോ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചു, ത്രിയേക ദൈവത്തെയാണ് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ആ ത്രിയേക ദൈവത്വത്തിൽ പിതാവ് എങ്ങനെ ഒരു വ്യക്തിയായിരിക്കുന്നു, പുത്രൻ എങ്ങനെ ഒരു വ്യക്തിയായിരിക്കുന്നു, അതുപോലെ തന്നെ ഒട്ടും കുറയാതെ വ്യക്തിത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്കിത് തിരുവഴുത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്?
പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അത് വേദപുസ്തകം അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ ഓർപ്പിച്ചു, ഈ വിഷയത്തിന്റെ പഠനത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. വിശുദ്ധ വേദപുസ്തകം എന്തു പറയുന്നു എന്നുള്ളത് മാത്രമാണ് ഈ വിഷയം സംബന്ധിച്ച് നമുക്ക് നോക്കുവാനായിട്ടുള്ളത്.